ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഒരുപാടായി. ഒരുപക്ഷെ ഞാനായിരിക്കാം ഈ ക്ഷേത്രം പണിയുന്നതിന് മുൻപ് ഇവിടെ ആദ്യം വന്നിരുന്നത്. അതിനു മുൻപ് ഞാൻ നിങ്ങളെപ്പോലെ ഒരാളായിരുന്നു. ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ഒരു സാധാരണ മനുഷ്യൻ. എനിക്ക് സംഭവിച്ച അകാല മരണം, ഒരു ദുർമരണം, എനിക്ക് മോക്ഷമില്ലാതെയാക്കി. അതോടെ ഞാൻ ദൈവങ്ങളെ വെറുക്കാൻ തുടങ്ങി. അവർക്ക് വേണ്ടി പണിയുന്ന ക്ഷേത്രങ്ങളുടെ പണികൾ ഞാൻ തടസ്സപ്പെടുത്താൻ തുടങ്ങി. അപ്പോഴാണ് ക്ഷേത്രങ്ങളുടെ നിർമ്മാണങ്ങൾക്ക് തടസ്സം നിന്നിരുന്ന എന്നെ പണി പൂർത്തീകരിക്കുവാനായി കുടിയിരുത്താനും ആരാധിക്കാനും തുടങ്ങിയത്. ആ ആരാധനയ്ക്ക് മുന്നിൽ ഞാൻ കീഴടങ്ങുകയായിരുന്നു. എന്നെ ആരാധിക്കുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുവാൻ ഞാൻ അനുഗ്രഹിച്ചു. അങ്ങനെ ഇപ്പോഴും ഇതുപോലെ ചില ക്ഷേത്രങ്ങളുടെ മുറ്റത്ത് ഒരു ഉപപ്രതിഷ്ഠയായി ഞാനും. ഞാൻ ബ്രഹ്മരക്ഷസ്. ആരാണ് ബ്രഹ്മരക്ഷസ്? ബ്രഹ്മരക്ഷസിനെ നമ്മൾ ഭയക്കേണ്ടതുണ്ടോ? ദുർമരണം സംഭവിച്ച ബ്രാഹ്മണന്റെ പ്രേതമാണ് ബ്രഹ്മരക്ഷസായി മാറുന്നത് എന്നാണ് വിശ്വാസം. അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് തിന്മകളും ക്രൂരതകളും ചെയ്തിട്ടുള്ള ബ്രാഹ്മണൻ മരിച്ചാൽ ബ്രഹ്മരക്ഷസായി മാറുമെന്നും പറയപ്പെടുന്നു. ഈ ബ്രാഹ്മണാത്മാവെന്നത് ആണോ പെണ്ണോ ആവാൻ കേട്ടോ. ബ്രഹ്മ എന്നത് ബ്രാഹ്മണിയെയും രക്ഷസ് എന്നത് ഭൂതത്തെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വാക്കിൽ നിന്നാണ് ബ്രഹ്മരക്ഷസ് എന്ന വാക്ക് ഉണ്ടായത് എന്നാണ് സങ്കല്പം. അതുപോലെ തന്നെ ബ്രഹ്മരക്ഷസുകൾക്ക് വേദങ്ങളിലും പുരാണങ്ങളിലും അഗാധമായ അറിവുണ്ടാവും. മാത്രമല്ല പിശാചിൻ്റെതായ ശല്യം ചെയ്യലും പേടിപ്പെടുത്തലും വരെ ചെയ്തേക്കാം. ബ്രഹ്മരക്ഷസുകൾക്ക് ധാരാളം അധികാരങ്ങളുണ്ടെന്നും അവരെ പ്രീതിപ്പെടുത്തുന്നവരുടെ മേൽ ധാരാളം സമ്പത്തും അഭിവൃദ്ധിയും വർഷിക്കുമെന്നും അവരെ വെറുക്കുന്നവരെ മരണപ്പെടുത്തുക പോലും ചെയ്യുമെന്നും വിശ്വസിക്കപ്പെടുന്നു. എന്തുകൊണ്ട് ബ്രഹ്മരക്ഷസിനെ ക്ഷേത്രങ്ങളിൽ ആരാധിക്കപ്പെടുന്നു? ചില ക്ഷേത്ര നിർമ്മാണ സ്ഥലങ്ങളിൽ ബ്രഹ്മരക്ഷസ് വരുമെന്നും അത് ക്ഷേത്രങ്ങളുടെ നിർമ്മാണങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളിലും തടസ്സം ചെയ്യാൻ ശ്രമിക്കുമെന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്ര നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് ഇവർക്കായി ഒരു പ്രത്യേക സ്ഥാനം നിർമ്മിച്ച് അവരെ കുടിയിരുത്തി ദിവസവും വിളക്ക് വെച്ച് ആരാധിക്കുന്നത് വഴി ക്ഷേത്ര നിർമ്മാണം തടസ്സപ്പെടുത്തില്ല എന്ന് വിശ്വസിക്കപ്പെടുന്നു. ദുർമൂർത്തിയായും സദ്ദേവതയായും ഇവയെ ആരാധിക്കപ്പെടുന്നുണ്ട്. കേരളത്തിൽ തിരുനക്കര ശിവക്ഷേത്രത്തിൽ ബ്രഹ്മരക്ഷസിന് ഒരു പ്രത്യേക ക്ഷേത്രമുണ്ട്. ഇതിനു പിന്നിൽ ഒരു രസകരമായ ഒരു കഥയുമുണ്ട്. ഒരു കാലത്ത് തിരുനക്കര ക്ഷേത്രമടക്കം കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും ശീവേലിക്ക് എഴുന്നള്ളിച്ചിരുന്നത് മൂത്തതുമാരായിരുന്നു. അമ്പലവാസികളിൽപ്പെട്ട ഒരു ജാതിക്കാരെയാണ് മൂത്തത് അഥവാ മൂസത് എന്ന് വിളിച്ചിരുന്നത്. ക്ഷേത്രങ്ങൾ വകയായി ഇവർക്ക് ധാരാളം ഭൂസ്വത്തുകൾ ഉണ്ടായിരുന്നു. തിരുനക്കര ക്ഷേത്രത്തിൽ ചെങ്ങരശ്ശേരി, പുന്നശ്ശേരി എന്നീ കുടുംബക്കാരാണ് ക്ഷേത്രങ്ങളിൽ ശീവേലിക്ക് എഴുന്നള്ളിച്ചിരുന്നത്. ഒരു തെക്കൻകൂർ രാജാവിന് അന്നത്തെ പുന്നശ്ശേരി മൂത്തതുമായി ഒരഗാധമായ ആത്മബന്ധമുണ്ടായിരുന്നു. ക്ഷേത്ര ജോലി കഴിഞ്ഞു വരുന്ന അവസരങ്ങളിൽ മിക്കവാറും താമസം താഴത്തങ്ങാടിയിലെ രാജകൊട്ടാരത്തിലായിരുന്നു. ഇരുവരും തമ്മിൽ പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കും. രാജാവ് കാഴ്ചയിൽ അതിവിരൂപനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പത്നി അതിസുന്ദരിയായിരുന്നു. കാഴ്ചയിൽ സുന്ദരനായ മൂത്തതിൽ രാജപത്നിയുടെ കണ്ണുടയ്ക്കുകയും തുടർന്ന് അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്തു. രാജാവില്ലാത്ത സമയങ്ങളിൽ ഇരുവരും തമ്മിൽ രഹസ്യവേഴ്ചകൾ പോലുമുണ്ടായി.
ഒടുവിൽ ഇതറിഞ്ഞ രാജാവ് മൂത്തതിനെ വധിക്കാൻ ഉത്തരവിടുകയായിരുന്നു. എന്നാൽ ഇതറിഞ്ഞ് പരിഭ്രാന്തനായ മൂത്തത് ക്ഷേത്ര സങ്കേതത്തിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇത് രാജാവിനെ ഒന്നുകൂടി കോപാസക്തനാക്കി. ക്ഷേത്രത്തിൽ വെച്ചായാലും മൂത്തതിനെ വധിക്കാൻ അദ്ദേഹം ഭടന്മാർക്ക് കൽപ്പന നൽകി. ഈ സംഭവം മൂത്തത് അറിയുകയും അയാൾ തലവേദന അഭിനയിച്ച് ക്ഷേത്രത്തിൽ കിടക്കുകയും ചെയ്തു. അന്നത്തെ ശീവേലിക്ക് എഴുന്നള്ളിക്കാനുള്ള അവകാശം മൂത്തത് കീഴ്ശാന്തി ആയിരുന്ന മടപ്പള്ളി നമ്പൂതിരിയെ ഏൽപ്പിച്ചു. സംഭവങ്ങളൊന്നും അറിയാതെ മടപ്പള്ളി അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയും മടപ്പള്ളി തിടമ്പുമായി പുറത്തു കടക്കുന്നതിന് പിന്നാലെ മൂത്തത് അവിടെ നിന്നും സ്ഥലം വിടുകയും ചെയ്തു. ഈ സമയം മൂത്തതിനെ വധിക്കാനുള്ള സന്നാഹങ്ങളുമായി ക്ഷേത്രമതിലിന്റെ വടക്കുഭാഗത്ത് കാത്തുനിൽക്കുകയായിരുന്നു രാജഭടന്മാർ. ശീവേലി എഴുന്നള്ളത്ത് വടക്കേ നടയിലെത്തിയപ്പോൾ മൂത്തതാണെന്ന് തെറ്റിദ്ധരിച്ച് മടപ്പള്ളി നമ്പൂതിരിയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഈ വിവരം അറിഞ്ഞ് അലറിയോടി വന്ന അദ്ദേഹത്തിന്റെ പത്നിയായ അന്തർജനം ശ്രീകോവിലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് താൻ പതിവ്രതയാണെങ്കിൽ ഈ കൊടും പാപത്തിന്റെ ഫലം തെക്കുംകൂർ അനുഭവിക്കുമെന്ന് ശപിച്ച് താലിമാല വരിച്ചൂരി സോപാനപ്പടിയിൽ തലയടിച്ച് ആത്മഹത്യ ചെയ്തു. വധിക്കപ്പെട്ട കീഴ്ശാന്തിയുടെ ആത്മാവ് ഒരു ബ്രഹ്മരക്ഷസായി മാറുകയും ക്ഷേത്രത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. പൂജകൾ മുടങ്ങുന്നതും ക്ഷേത്രവളപ്പിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവായി. പിന്നീട് ബ്രഹ്മരക്ഷസിനെ ആവാഹിച്ച് ക്ഷേത്ര മതിലകത്ത് വടക്കേ മൂലയിൽ പ്രതിഷ്ഠിച്ചതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്നുമാണ് കഥ. എന്നാൽ കീഴ്ശാന്തി മരിച്ചതിൽ മനംനൊന്ത് അദ്ദേഹത്തിന്റെ പത്നി അദ്ദേഹത്തിന്റെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നും ആ അന്തർജനത്തിന്റെ ആത്മാവാണ് ബ്രഹ്മരക്ഷസായി മാറിയത് എന്നും മറ്റൊരു കഥയുണ്ട്. രക്ഷസ് എന്നാൽ രക്ഷ നൽകുന്ന മൂർത്തി എന്നും അർത്ഥമുണ്ട്. രക്ഷസിനെ ദുഷ്ടശക്തിയായോ അസുരശക്തിയായോ അല്ല, ഒരു വൈഷ്ണവ ശക്തിയായിട്ടാണ് ആരാധിക്കുന്നത്. കശ്യപ പ്രജാപതിക്ക് ദക്ഷപുത്രിയായ മുനിയിൽ ജനിച്ചവരാണ് രക്ഷസുകൾ എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. 18 പുരാണങ്ങളിൽ 8ാമത്തേതായ അഗ്നിപുരാണത്തിൽ 19ാം അധ്യായത്തിൽ കശ്യപ പ്രജാപതിക്ക് മുനിയെന്ന ഭാര്യയിൽ യക്ഷന്മാരും രക്ഷസുകളും ജനിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ശബ്ദധാരാവലിയിൽ അസ് എന്ന വാക്കിന് ജീവിക്കുക, അറിയുക, ഭവിക്കുക എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. അതുകൊണ്ട് തന്നെ രക്ഷസ് എന്നാൽ രക്ഷ നൽകുന്ന മൂർത്തി എന്നും അർത്ഥമുണ്ട് എന്ന് പറയപ്പെടുന്നു. രക്ഷസിന്റെ പ്രതിഷ്ഠ ശിവലിംഗ രൂപത്തിലും വാൽക്കണ്ണാടി ആകൃതിയിലുമാണ്. കരിങ്കൽ ശിലയിലും പ്രതിഷ്ഠകൾ നടത്താറുണ്ട്. പണ്ട് കാലത്ത് പഴയ തറവാടുകളോട് ചേർന്ന് കുടുംബക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ കുടുംബദേവതയ്ക്കൊപ്പം ഒരുപാട് ഉപപ്രതിഷ്ഠകളും. ബ്രഹ്മരക്ഷസിന്റെ പ്രതിഷ്ഠ ഇതുപോലെയുള്ള കുടുംബക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഞാൻ പണ്ടെങ്ങോ പറഞ്ഞതുപോലെ നമ്മൾ മനുഷ്യർക്ക് ഒരുപാട് ദൈവസങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങൾക്കനുസരിച്ച് ഒരുപാട് ദൈവങ്ങളും, ആ ദൈവങ്ങൾക്ക് പറയാനോ ഒരുപാട് കഥകളും. നമ്മളിൽ പലർക്കും അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് വെച്ചാരാധനകൾ പണ്ടുകാലങ്ങൾ ഉണ്ടായിരുന്നു. ചാവുണ്ണി, പുള്ളിയാമ്പുള്ളി, മുത്തപ്പൻ എന്നിങ്ങനെ ഒരുപാട് ആരാധനാ സങ്കല്പങ്ങൾ. കാലങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വന്നപ്പോൾ ഇന്നുള്ളവരിൽ പലർക്കും കേട്ടുകേഴ്വി പോലുമില്ലാത്ത ആരാധനാ സങ്കല്പങ്ങൾ. നിങ്ങൾക്ക് ഇതുപോലെയുള്ള സങ്കല്പങ്ങളെപ്പറ്റി അറിയാമെങ്കിൽ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ഞങ്ങൾ ഇതുപോലുള്ള അറിവുകൾക്ക് പിറകെയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റിയേക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങളുടെ ഉത്തരവാദിത്തം കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ഉത്തരവാദിത്തം കൂട്ടുക. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി.